ഹലോ മക്കളെ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ ഒരു ചോദ്യം വരുന്നതായിരിക്കും. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫിക്സഡ് ഫാമിംഗ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക രീതികൾ? ഏതൊക്കെയായിരുന്നു? സബ്സിസ്റ്റന്റ് ഫാമിംഗ് അഥവാ ഉപജീവന കൃഷി, മിക്സഡ് ഫാമിംഗ് അഥവാ സമ്മിശ്ര കൃഷി, ദെൻ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് തോട്ടവിള കൃഷി, കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് വാണിജ്യവിള കൃഷി. എന്തായാലും എക്സാമിന് ചോദിക്കും. അതിൽ മിക്സഡ് ഫാമിംഗിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ അത് ഓർത്ത് വെച്ചോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. അതായത് എന്താണ്, ലൈഫ് സ്റ്റോക്ക് ഫീഡ് കം ഫ്രം അഗ്രികൾച്ചർ അല്ലെ. കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് തീറ്റയൊക്കെ നമുക്ക് എന്താണ് കൃഷിയിൽ നിന്ന് ലഭിക്കില്ലേ. അതായത് എന്താണ് പഴുത്ത് വീണ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്താ വെജിറ്റബിൾസ് ഒക്കെ എന്താണ് നമ്മൾ പശുവിനൊക്കെ കൊടുക്കൂലേ. അതാണ് പറയുന്നത് എന്താണ് കന്നുകാലികൾക്കുള്ള ഫുഡ് എന്താണ് നമുക്ക് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് ലഭിക്കുന്നു. മാനർ റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ ഈസ് ഓൾസോ ഒബ്റ്റെയിൻ ഫ്രം ലൈഫ് സ്റ്റോക്ക്. ലൈക്ക് എന്താണ് പറയുന്നത്, ഈ കന്നുകാലികളിൽ നിന്നുള്ള എന്താണ് ചാണകം, പശുവിന്റെ ചാണകമൊക്കെയാണ് ഏറ്റവും വലിയ മാനർ അല്ലെങ്കിൽ വളം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്താണ് കൃഷിക്ക് ലഭിക്കുന്നു അല്ലെ. അതുപോലെ ചെലവ് താരതമ്യേന കുറവായിരിക്കും. റിലേറ്റീവ്ലി എന്താണ് ലോ കോസ്റ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള മിക്സഡ് ഫാമിങ്ങിന് ഉണ്ടാവുക. അപ്പൊ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. ബൈ ഗൈസ്.